ഒരിക്കല് എരിഹോവിന്റെ തെരുവീതിയിലൂടെ യേശു ഇങ്ങനെ നടന്നു പോകുമ്പോ ഭയങ്കര തിരക്ക്, ഭയങ്കര ബഹളം. ഇത് ഒരാളുടെ ചെവിയിലെത്തി. പുള്ളിയുടെ പേര് തിമായിയുടെ മകനായ ബുദ്ധിമായി. പുള്ളി ജന്മന കുരുടനായിരുന്നു. വേറെ പണിക്കൊന്നും പോകാൻ പറ്റത്തുള്ള പുള്ളി ഈ വഴിയോരത്തിരുന്ന് ഭിക്ഷ യാചിക്കും. ആരൊക്കെയെങ്കിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഭിക്ഷ യാചിക്കും. ഇങ്ങനെ ചോദിച്ച് നിൽക്കുമ്പോഴാണ് ഈ തിരക്ക്. പുള്ളി വിചാരിച്ചു ഇന്ന് വല്ലതും കിട്ടും. അങ്ങനെ ഇരിക്കുമ്പോ ഒരാളെ കിട്ടി. ചോദിച്ചു, എന്താ ഇവിടെ, ആരാ ഇവിടെ? അവൻ പറഞ്ഞു കൊടുത്തു, നസ്രയനായ യേശു പോകുക. ഞാൻ ചോദിക്കട്ടെ, നസ്രയനായ യേശു പോകുന്നു എന്ന് ഒരുത്തൻ പറഞ്ഞു കൊടുക്കുമ്പോ സ്വാഭാവികമായി പുള്ളി വിളിക്കേണ്ടത് നസ്രയനായ യേശുവേ എന്നോട് കരുണയുണ്ടാകണേ എന്നല്ലേ? ഇവിടെ ഒരുത്തം വന്ന് പറഞ്ഞു കൊടുക്കാൻ നസ്രയനായ യേശു പോകുന്നു. ഒരു ഉറപ്പ് എനിക്കുണ്ട്, പുള്ളി ഒത്തിരി കേട്ടിട്ടുണ്ട് യേശുവിനെ കുറിച്ച്. ഈ കേട്ട് കിടന്ന് ഇവന്റെ ഉള്ളിൽ യേശുവിനെ കുറിച്ചുള്ളൊരു വെളിപ്പാട് ഹൃദയത്തിൽ നിറഞ്ഞു. സ്പോട്ടിൽ ഒരുവൻ പറഞ്ഞു കൊടുത്തത് നസ്രയനായവൻ യേശു പോകുവാന്ന. പക്ഷെ ഇവൻ വിളിച്ചു പറഞ്ഞത് നസ്രായനായ യേശുവേ എന്നോട് കരുണയുണ്ടാകണമേ എന്നല്ല. ദാവീദ് പുത്ര, വേറെ ഒരുത്തനും കിട്ടാത്ത യേശുവിന്റെ വെളിപ്പാട് ഇവന്റെ അകത്ത് വന്നു. പുറം കണ്ണ് അടഞ്ഞിരിക്കുന്നുണ്ടെങ്കിലും ഇവന്റെ ഉള്ളിൽ യേശു ആരാം ഇവന് മനസ്സിലായി. ഒരാമേൻ പറഞ്ഞാട്ടെ. ഇവന്റെ നഗ്നനേത്രങ്ങൾ കുരുടുപിടിച്ചിരിക്കുന്നെങ്കിലും ഇവന്റെ അകം കണ്ണ് വളരെ പ്രകാശമുള്ളതായിരുന്നു. അവിടെ കൂടെ പറക്കുന്നു, കൂടെ പോകുന്നു, പുറകെ പോകുന്നു. ആർക്കും കാണാൻ കഴിയാത്ത യേശുവിനെ ഇവൻ കണ്ടപ്പോ ഇവൻ വിളിച്ചു. ഇവൻ വിളിച്ചപ്പോ യേശു നിന്നു. യേശു ആരാന്ന് എത്രവർക്കറിയാം? ആരോ പറഞ്ഞു കേട്ട യേശുവല്ല, അപ്പനും അമ്മയും പറഞ്ഞു പഠിപ്പിച്ച യേശുവല്ല, പള്ളിക്കാർ പറഞ്ഞു വന്ന യേശുവല്ല. നീ യേശുവിനെ പേഴ്സണലായി, വ്യക്തിപരമായി നീ യേശുവിനെ അറിയാം.